Morning, students. In the macroeconomics, again in the second chapter, that is a national income accounting, we have to explain some of the most important concept we have to explain, that is in the circular flow of income. സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ നല്ലവണ്ണം വരാറുള്ള ഒരു ഭാഗമാണ്. അതിന്റെ കാരണം ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ടു സെക്ടർ ഇക്കോണമി. അതിനു മുമ്പ് മാക്രോ എക്കണോമിക്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി മെയിൻലി ദർ ആർ 4 സെക്ടേഴ്സ്. 4 മേഖലകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ, നമ്പർ 2 ഫേംസ്, നമ്പർ 3 government sector, number 4 external sector. These are the 4 sectors. From the 4 sectors we have explained in detail, that is the interdependence between in an economy within the 2 sector economy. ആദ്യ കാലങ്ങളിലൊക്കെ 3 sector economy, 4 sector economy with financial institution ഒക്കെ പഠിക്കാനുണ്ടായിരുന്നെങ്കിലും നിലവിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് 2 sector economy-യുടെ പരസ്പര ആശ്രയത്വത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി വെച്ചേക്കാം. ഓൾറെഡി നോട്ട് പകുതിയിലാണ് നമ്മൾ എഴുതി നിർത്തിയിരിക്കാം. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ടോപ്പിക് ഇതാണ്, ദാറ്റ് ഈസ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, പണത്തിന്റെ ചാക്രിക പ്രവാഹം ഇൻ എ 2 സെക്ടർ ഇക്കോണമി. 2 സെക്ടർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഗാർഹിക മേഖല, ദാറ്റ് ഈസ് ആൻ ഹൗസ് ഹോൾഡ് സെക്ടർ. നമ്പർ 2 ദാറ്റ് ഈസ് ആൻ ഫേംസ്. ഈ 2 മേഖലകൾ മാത്രമുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഇവ രണ്ടും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു അനാലിസിസ് ആണ്. അപ്പോൾ what I mean by circular flow of income, in the sense that is an interdependence between the different sectors in an economy. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള വിവിധ മേഖലകൾ എങ്ങനെ സഹവർത്തിത്വത്തോടു കൂടെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മളിവിടെ വരച്ചിരിക്കുക. അതിനെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയാം. ഇത് താരതമ്യേന വളരെ സിമ്പിൾ ആണ്. കാരണം ഇൻ 2 സെക്ടർ ഇക്കോണമി ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വി ഹാവ് ടു ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ ഇക്കോണമി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ദർ ആർ സർട്ടൻ അസംഷൻസ്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ ചില സങ്കല്പങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. എന്നാലാണ് ഇത് കൃത്യമായിട്ട് കുറെ കൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കാം. There are 4 important assumptions before we explain circular flow of income in an economy. The number 1, there are only 2 sectors. ഒന്നാമതായിട്ട് ആകെ 2 മേഖലകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് 2 മേഖലകൾ? ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ ആണ്, രണ്ടാമത്തേത് ഫേംസ് ആണ്. ഇനി ഞാനിവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ ആണ്, രണ്ടാമത്തേത് എന്താണ്? ഫേംസ് ആണ്. രണ്ടാമത്തെ അസംഷൻ, the firms should receive factor services. സ്ഥാപനങ്ങൾ അഥവാ സംരംഭങ്ങളിലുള്ളവർ ഘടകങ്ങളുടെ സേവനം. ഈ ഘടക സേവനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ചെറിയൊരു വിശദീകരണം നിങ്ങളോട് പറയാണ്. സാമ്പത്തിക ശാസ്ത്രത്തില് ഒരു ഉൽപാദനം നടക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളെയാണ് നമ്മൾ പ്രൈമറി ഇൻപുട്സ്, ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയാം. ശ്രദ്ധിക്കാം, നമ്മൾ അതിനെ പറയുന്ന പേര് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഉപാധികൾ എന്ന് നമ്മൾ പറയും. ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. അതിൽ പ്രാഥമികമായി ഉൽപാദനം നടത്തണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ പ്രൈമറി ഇൻപുട്സ് എന്നൊക്കെ നമ്മൾ പറയാം. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഒന്നാമത്തേത് നമ്മൾ പറയുന്നു ലാൻഡ്, രണ്ടാമത്തേത് ലേബർ, മൂന്നാമത്തേത് ക്യാപിറ്റൽ, നാലാമത്തേത് എന്റർപ്രൈസസ്. ഇതാണ് 4. അറ്റ് എനി ടൈം, ഏത് സമയത്തായാലും ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി നിങ്ങൾക്ക് ബന്ധമുള്ളിടത്തോളം കാലം ഇത് നിങ്ങളുടെ ധാരണയിൽ ഉണ്ടാകണം. എന്താണ് ഉൽപാദന ഉപാധികൾ ഏതൊക്കെ? or what are the primary resources in an economy, or what are the primary inputs in an economy എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്ന് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ്. ഇതാണ് പ്രാഥമികമായ ഘടകങ്ങൾ. ഈ പ്രാഥമികമായ ഘടകങ്ങളുടെ കൂടെ പ്രൈമറി ഇൻപുട്സിന്റെ കൂടെ സെക്കൻഡറി ഇൻപുട്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് പ്രൊഡക്ഷൻ ഉണ്ടാകുക. അപ്പൊ നമ്മൾ പറയുന്നത് പ്രൈമറി ഇൻപുട്സ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ അറ്റ് എനി ടൈം ചെയ്ത സമയത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാനായിട്ട് കിട്ടണം. ഒന്നാമത്തേത് ലാൻഡ്, രണ്ടാമത്തേത് ലേബർ, മൂന്നാമത്തേത് ക്യാപിറ്റൽ, ദെൻ എന്റർപ്രൈസസ് ഓർ ഓർഗനൈസേഷൻ. ഈ ഉൽപാദന ഉപാധികൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻഗേജ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും ഇവർക്ക് പ്രതിഫലം കിട്ടിയിരിക്കണം. ഉദാഹരണമായിട്ട് ഒരു ലേബർ
ഒരു ഫാക്ടറിയിൽ പോയി പണിയെടുത്താൽ അയാൾക്ക് കൂലി കിട്ടിയിരിക്കണം. ആ കൂലിയെ നമ്മൾ പറയുന്ന പേര് വേജ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ലേബർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ നമ്മൾ പറയുന്ന പേര് വേജ് എന്ന് നമ്മൾ പറയും. ലാൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് കിട്ടുന്ന പ്രതിഫലത്തെ നമ്മൾ റെന്റ് എന്ന് പറയും. ക്യാപിറ്റൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. എന്റർപ്രൈസസിന് ലഭിക്കുന്ന എന്താണ്? ദാറ്റ് ഈസ് ആൻഡ് പ്രോഫിറ്റ്. ഈ നാല് 8 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻഗേജ് ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം, ദാറ്റ് ഈസ് റെമ്യൂണറേഷൻ ഓഫ് ലാൻഡ് ഈസ് നോൺ ആസ് റെന്റ് എന്ന് നമ്മൾ പറയാം. വാടക എന്നാണ് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാം. ദാറ്റ് ഈസ് എൻ റെന്റ്. ലേബറുടെ സർവീസ് കൊടുത്താലേ നമുക്ക് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ നമ്മൾ പറയുന്ന പേര് വേജ് എന്ന് പറയും. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, എന്റർപ്രൈസസ് ഓർ ഓർഗനൈസേഷൻ ലഭിക്കുന്നതാണ് പ്രോഫിറ്റ്. 4 കാര്യങ്ങൾ. ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ഇറ്റ് ഷുഡ് ബി ദി എക്സ്ട്രീം കോൺക്രീറ്റ് ലെവലിൽ നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ്, ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതിനെയാണ് നമ്മൾ ഫാക്ടർ ഇൻകം, ഘടക വരുമാനം എന്ന് പറയാം. ഈ ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമായതുകൊണ്ടാണ് ഇതിന് ഫാക്ടർ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ലാൻഡിന് ലഭിക്കുന്ന ഇൻകത്തെ നമ്മൾ റെന്റ് എന്ന് പറയും. ലേബർക്ക് ലഭിക്കുന്നത് വേജ് എന്ന് പറയും. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ, പ്രോഫിറ്റ്. ഈ ഒരു 4 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ രണ്ടാമത്തെ ഒരു അസംഷനിലേക്ക് നമ്മൾ വരാനായിട്ട്. അപ്പൊ ആദ്യത്തെ അസംഷൻ പറഞ്ഞതാണ്, there are only 2 sectors. The number 1 is household and the other one that is in firms. Number 2, the firms should receive factor services from the household itself. എന്ത് ചെയ്തിരിക്കണം? ഈ സംരംഭങ്ങള്, വ്യവസായശാലകള് ഉള്ളവര് ഈ ഘടകങ്ങളുടെ സേവനം. അപ്പൊ ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ്. ഈ പറയുന്ന ഉൽപാദന ഉപാധികളുടെ സേവനം എവിടെ നിന്ന് തന്നെ വാങ്ങിയിരിക്കണം? ഗാർഹിക മേഖലയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിരിക്കണം. വേറൊരു സോഴ്സിനെ അവർ ആശ്രയിക്കാനായിട്ട് പാടില്ല. ലാൻഡ്, ഭൂവുടമകള് ഗാർഹിക മേഖലയിലുള്ളവരെന്ന് വാങ്ങിക്കുക. ലേബർ ഗാർഹിക മേഖലയിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുക. ക്യാപിറ്റൽ അഗെയിൻ ഹൗസ് ഹോൾഡ് സെക്ടർ, എന്റർപ്രൈസസ്. ഈ ഫാക്ടർ സർവീസ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഘടകങ്ങളുടെ സേവനമാണ്. ഈ ഘടകങ്ങളുടെ സേവനം എവിടെ നിന്ന് വാങ്ങിയിരിക്കണം? ഗാർഹിക മേഖലയിൽ നിന്ന് സ്ഥാപനങ്ങൾ വാങ്ങിച്ചിരിക്കണം. ദാറ്റ് ഈസ് നമ്പർ 2, സെക്കൻഡ് അസംഷൻ. ഇനി മൂന്നാമത്തെ അസംഷൻ എന്ന് നമ്മൾ പറയുന്നത്, ഇവ ഘടകങ്ങളുടെ സേവനം പ്രൊവൈഡ് ചെയ്താൽ, ഇപ്പൊ ലേബർ പോയി പണിയെടുത്താൽ കൂലി കിട്ടും, ലാൻഡ് പാട്ടത്തിന് കൊടുത്താൽ റെന്റ് കിട്ടും. ഇതേപോലെ കിട്ടുന്ന ഈ ഫാക്ടർ ഇൻകം ഇവരെന്ത് ചെയ്തിരിക്കണം? മുഴുവനായും ഈ അവര് ചെലവാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ കയ്യിൽ 1000 രൂപ കിട്ടിയാൽ 1000 രൂപയും ചെലവാക്കിയിരിക്കണം എന്നർത്ഥം. ഈ ഘടകങ്ങളുടെ സേവനം ഇവര് പ്രൊവൈഡ് ചെയ്താൽ ഇവിടെ നമ്മൾ പറഞ്ഞ ഫാക്ടർ പേയ്മെന്റ് എന്ന് എഴുതിയിരിക്കുക. അപ്പൊ എന്താ ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാല് ഇതാണ് ഫാക്ടർ പേയ്മെന്റ് ഇല്ലേ? ലാൻഡ് ആണ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ റെന്റ് കിട്ടി, ലേബർ സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വേജ്, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. ഈ ഫാക്ടർ പേയ്മെന്റ്സ് ഇവർക്ക് കിട്ടിയാൽ കിട്ടിയ പൈസ മുഴുവൻ എന്ത് ചെയ്തിരിക്കണം? ചെലവാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ 1000 രൂപയും ഇവര് ചെലവാക്കിയിരിക്കണം. ദാറ്റ് ഈസ് നമ്പർ 3. നമ്പർ 4, അപ്പൊ അതാണ് ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്പർ 4, ഈ സ്ഥാപനങ്ങളില്, സംരംഭങ്ങളില് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ആർക്ക് വിതരണം ചെയ്തിരിക്കണം? ഈ ഗാർഹിക മേഖലയിലേക്ക് വിതരണം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് മാറ്റിവെച്ച കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ഉൽപ്പാദിപ്പിച്ച എത്രയാണോ അത്രയും സാധനങ്ങൾ ആർക്ക് തന്നെ കൊടുത്തിരിക്കണം? ഗാർഹിക മേഖലയിൽ ഉള്ളവര് പൈസയായിട്ട് വന്നാൽ അവർക്ക് അത് കൊടുത്തിരിക്കണം. അപ്പൊ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, there are only 2 sectors, household and firms. രണ്ടാമത്തേത്, the firms should receive the factor services from the household itself. Number 3, household should spend their entire income as a factor services. അതായത് ഗാർഹിക മേഖലയ്ക്ക് ഫാക്ടർ സർവീസ് ഇനത്തിൽ ലഭിച്ച വരുമാനം മുഴുവൻ അവരെ ചെലവാക്കിയിരിക്കണം. നാലാമത്തേത്, സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിരിക്കണം? എവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മുഴുവൻ ആർക്ക് വിതരണം ചെയ്തിരിക്കണം? ഗാർഹിക മേഖലയ്ക്ക് വിതരണം ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഒരുപാട് ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രൈമറി ഇൻപുട്സ് അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മലയാളത്തിലെ ഉൽപാദന ഉപാധികൾ എന്ന് പറയും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ്, ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇനി ഒരുപാട് തവണ ആവശ്യമുള്ളതാണ്. അപ്പൊ ഇവിടെ ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ്. മനസ്സിലായി? കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിലേക്ക് നമ്മൾ വരാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഇതാണ്. നമ്മൾ പറഞ്ഞു, there are only 2 sectors. 2 മേഖലകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് ഗാർഹിക മേഖലയും, firms. ഇവിടെ
circular flow of income ആരംഭിക്കുന്നത് the firms demand the factor services. The firms should receive the factor services from the household sector. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു ആദ്യത്തെ ഫ്ലോ വരുന്നത് എവിടെ നിന്നാണ്? ഗാർഹിക മേഖലയിൽ നിന്ന്. ഇവരെന്ത് ചെയ്യുന്നു? ഫാക്ടർ സർവീസസ് ആർക്ക് കൊടുക്കുന്നു? സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നു. ഫാക്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ് എന്നീ ഘടകങ്ങളുടെ സേവനം സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. ദാറ്റ് ഈസ് നമ്പർ 1. അപ്പോ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസിന്റെ സേവനം കൊടുത്താല് ഇവര് തിരിച്ച് എന്ത് കൊടുത്തിരിക്കണം? അതിന് പേയ്മെന്റ് നടത്തിയിരിക്കണം. അപ്പോ ഫാക്ടർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഗാർഹിക മേഖലയിലുള്ളവരെ പ്രൊവൈഡ് ചെയ്തവർക്ക് എന്ത് കൊടുത്തിരിക്കണം? ഫാക്ടർ പേയ്മെന്റ് നടത്തിയിരിക്കണം. അപ്പൊ എന്തൊക്കെയാ ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാല്? റെന്റ്, വേജ്, ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് എന്നീ 4 രൂപത്തിൽ ഈ ഗാർഹിക മേഖലയിലുള്ളവർക്ക് എന്ത് ലഭിച്ചിരിക്കണം? ഫാക്ടർ പേയ്മെന്റ് ലഭിച്ചിരിക്കണം. അപ്പൊ ആദ്യം ഫാക്ടർ സർവീസ് കൊടുത്തു, അതിന് പൈസ കിട്ടി. അപ്പൊ പൈസ ആരുടെ കൈവശമുണ്ട്? ഗാർഹിക മേഖലയുടെ കൈവശമുണ്ട്. ഇനി ഇവർ എന്ത് ചെയ്തിരിക്കണം? മൂന്നാമത്തേത് നമ്മൾ പറയുന്നത്, ഈ ഗാർഹിക മേഖലയിലുള്ളവര് കയ്യിൽ കിട്ടിയ പൈസയുമായി എവിടെ വരണം? ഈ സ്ഥാപനത്തിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നതിന് വേണ്ടി. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഇവർക്ക് കിട്ടിയ പൈസ ഇവരെ മുഴുവൻ ചെലവാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇവരെ മുഴുവൻ ചെലവാക്കേണ്ടത് എങ്ങനെയാണ്? ഇവരെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഇവർക്ക് കിട്ടിയ പൈസ മുഴുവൻ ഇവർ എന്ത് ചെയ്തിരിക്കണം? ഇവരെ ചെലവാക്കിയിരിക്കണം. ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ. അങ്ങനെ ഗാർഹിക മേഖലയിലുള്ളവര് അവർക്ക് ലഭിച്ച പൈസയുമായി അവർ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നൊക്കെ നമ്മൾ നിലവിൽ നമ്മൾ പറയുന്ന ഒരു സംവിധാനത്തിലെ ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇവർ വരുമ്പോൾ ഈ സംരംഭങ്ങളിലുള്ളവര് അഥവാ ഈ ഫേംസിലുള്ളവര് എന്ത് ചെയ്തിരിക്കണം? ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് കൊടുത്തിരിക്കണം? ഗാർഹിക മേഖലയ്ക്ക് കൊടുത്തിരിക്കണം. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഫാക്ടർ സർവീസസ് ഫ്രം ദി ഹൗസ് ഹോൾഡ് സെക്ടർ, ദ ഫാക്ടർ പേയ്മെന്റ്സ് ഫ്രം ദി ഫേംസ് ടു ദി ഹൗസ് ഹോൾഡ് സെക്ടർ. അതാണ് ആദ്യത്തെ 2 നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേത് പറഞ്ഞത് ദ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദി ഹൗസ് ഹോൾഡ് സെക്ടർ. നാലാമത്തേത് നമ്മൾ പറയുന്നത് പൈസ ഇവർക്ക് ലഭിച്ചാല് ഇവർക്ക് തിരിച്ച് എന്ത് കൊടുത്തിരിക്കണം? സാധനങ്ങളും സേവനങ്ങളും ഗാർഹിക മേഖലയ്ക്ക് കൊടുത്തിരിക്കണം. സിമ്പിൾ ആണ്. ഇതിന്റെ ഏരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ആദ്യത്തെ ഏരോ മാർക്ക് വരുന്നത് സ്ഥാപനങ്ങളിലേക്കാണ്. രണ്ടാമത് വരുന്നത് ഹൗസ് ഹോൾഡിലേക്ക് പൈസ വന്നു. മൂന്നാമത് വരുന്നത് നമ്മൾ പറയുന്നു ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ക്രമത്തില് സ്ഥാപനത്തിലേക്ക് വന്നു. തിരിച്ച് ഇവിടെ നിന്ന് എന്ത് കൊടുക്കുന്നു? ഈ ഹൗസ് ഹോൾഡിലേക്ക് സാധനങ്ങൾ. ഏരോ മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റിക്കരുത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ വരാമെന്നല്ല, ഒരു 99% പരീക്ഷയ്ക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സർക്കിൾ ഓഫ് ഫ്ലോ ഓഫ് ഇൻകം. ഈ സർക്കിൾ ഓഫ് ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കാം. 4 ഫ്ലോ നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇനി ഇതിന്റെ ഒന്നുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമുക്ക് 4 റിങ്ങുകൾ നമുക്ക് കാണാം ഇല്ലേ? 1, 2, 3, 4 4 റിങ്ങുകൾ നമുക്ക് കാണാം. ഇതിന്റെ ഔട്ടർ റിംഗ് എന്ന് നമ്മൾ പറയാം. പുറത്തുള്ള ഈ റിങ്ങിന് അല്ലെങ്കിൽ ആ ഫ്ലോ നമ്മൾ പറയുന്ന പേര് ദാറ്റ് ഈസ് ആൻ മണി ഫ്ലോ എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താ മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫാക്ടർ പേയ്മെന്റ്, റെന്റ്, വേജ്, ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് മണി. അപ്പൊ ഇവിടെ ഒരു പണത്തിന്റെ പ്രവാഹം നടക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? സ്ഥാപനങ്ങളിൽ നിന്ന് ഗാർഹിക മേഖലയിലേക്ക്. ദർ ഈസ് എൻ മണി ഫ്ലോ ഇൻ ടേംസ് ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. ഇനി മുകളിലുള്ള ഔട്ടർ റിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഗാർഹിക മേഖലയിൽ ഇവർക്ക് ലഭിച്ച ഈ വരുമാനം ഇവർ എന്ത് ചെയ്തിരിക്കണം? സ്ഥാപനങ്ങളിലേക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് ചെലവാക്കാനായിട്ട് ഇവർ വന്നിരിക്കണം. അഥവാ ഇവർക്ക് ഈ പേയ്മെന്റ് നടത്തുമ്പോൾ ദാറ്റ് ഈസ് എൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതും എങ്ങനെയാണ്? മണി ഫ്ലോ. പൈസയായിട്ടാണ് ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അവർ വരുന്നെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ്? അഗെയിൻ ദാറ്റ് ഈസ് എൻ മണി ഫ്ലോ. അപ്പോ ഈ വരച്ചിരിക്കുന്ന ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഫ്ലോ ചാർട്ടില് ഈ ഔട്ടർ റിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 is an factor payments and the other one that is an expenditure on the goods and services that represents the money flow in the circular flow of income in a two sector economy. അപ്പോൾ ഔട്ടർ റിംഗ് എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഇന്നർ റിംഗ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇന്നർ റിംഗ് പറയുന്നത് എന്താണ്? ആദ്യം ഫാക്ടർ സർവീസസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസസ് ഇവരുടെ സേവനം കൊടുക്കുന്നു. ദാറ്റ് ഈസ് എൻ റിയൽ ഫ്ലോ. അതാണ് യഥാർത്ഥത്തില് നമ്മളൊരു സർവീസ് ആയിട്ട് കൊടുക്കാം. തിരിച്ച് ഇതിന്റെ ഉള്ളിലെ നമ്മൾ പറയുന്ന രണ്ടാമത്തേത് ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന എന്താണ്? സാധനങ്ങളും സേവനങ്ങളുമാണ്. ഇവിടെ പണമല്ല നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. ഇവിടെ ഫാക്ടർ സർവീസ് കൊടുക്കുന്നു, ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നു.
അപ്പൊ ഇന്നർ ഫ്ലോ നമ്മൾ പറയുന്നത് എന്താണ്? ദർ ഈസ് എൻ റിയൽ ഫ്ലോ എന്ന് നമ്മൾ പറയാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന് മണി ഫ്ലോ എന്ന് പറയുന്ന ദാറ്റ് ഈസ് എൻ ഔട്ടർ റിംഗ് ദാറ്റ് റെപ്രസെന്റ്സ് ഫാക്ടർ പേയ്മെന്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. Inner ring of the circular flow of income in a two-sector economy, that is known as a real income. Real income consists of the number one, that is in factor payments, and the other one, that is the transaction of the goods and services. That is the real flow. അപ്പോൾ പുറത്തുള്ള രണ്ടെണ്ണം മണി ഫ്ലോ ആണ്, അകത്തുള്ള രണ്ട് സർക്കിൾ എന്താണ്? റിയൽ ഫ്ലോ ആണ്. That is one thing. And one more is here we have to again explain that is ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് മാർക്കറ്റ്. ഇവിടെ രണ്ട് തരത്തിലുള്ള കമ്പോളം നമുക്ക് കാണാം. ഒന്ന് ഫാക്ടർ മാർക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഘടക വിപണി എന്ന് നമ്മൾ പറയാം. മറ്റൊന്ന് പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഉൽപ്പന്ന വിപണി എന്ന് നമ്മൾ പറയാം. അതായത് ഇവിടെ അപ്പൊ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്, തെറ്റാതെ നിങ്ങൾ വരച്ചിരിക്കാം. ഇവിടെ നമ്മൾ പറയുന്ന ഈ താഴ്ത്ത് വരച്ചിരിക്കുന്ന ഈ രണ്ട് ട്രാൻസാക്ഷൻ, അതായത് ഒന്ന് ഫാക്ടർ സർവീസിനെ കൈമാറ്റം ചെയ്യുന്നു, തിരിച്ച് ഇവർക്ക് ഫാക്ടർ പേയ്മെന്റ് ലഭിക്കുന്നു. ഇത് നടക്കുന്ന അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്യുന്ന കമ്പോളത്തെ നമ്മൾ പറയുന്നതാണ് ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫാക്ടർ മാർക്കറ്റ് ഇൻക്ലൂഡ്സ് ദ ഫാക്ടർ സർവീസസ് ആൻഡ് ഫാക്ടർ പേയ്മെന്റ്സ്. ഘടകങ്ങളുടെ സേവനം കൊടുക്കുന്നു, അതിന് പേയ്മെന്റ് ലഭിക്കുന്നു. ദാറ്റ് കംപ്രൈസസ് ദാറ്റ് ഈസ് ആൻ ഫാക്ടർ മാർക്കറ്റ്. അതിനെയാണ് നമ്മൾ ഘടക വിപണി എന്ന് നമ്മൾ പറയാം. അപ്പൊ ഘടക വിപണിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഘടക വിപണിയിലെ ഘടകങ്ങളുടെ സേവനം കൊടുക്കുന്നു, ഘടകങ്ങളുടെ സേവനം ഉപയോഗിച്ചതിന് എന്ത് കൊടുക്കുന്നു? പേയ്മെന്റ് കൊടുക്കുന്നു. That is a factor market. On the other side, that is expenditure on the goods and services and the transaction of the goods and services. That is known as a product market. ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുക, അതാണ് ചുരുക്കത്തിൽ നമ്മൾ പറയാം. Expenditure on the goods and services and the transaction of the goods and services. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഈ കമ്പോളത്തെ, ഈ ഫിനോമിനൻ ഉൾപ്പെടുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ദ പ്രോഡക്റ്റ് മാർക്കറ്റ്. അപ്പൊ പ്രോഡക്റ്റ് മാർക്കറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ ഓൺ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ട്രാൻസാക്ഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. ദാറ്റ് ഈസ് നോൺ ആസ് ആൻ പ്രോഡക്റ്റ് മാർക്കറ്റ്. ഉൽപ്പന്ന വിപണിയാണ്. ഘടക വിപണിയിൽ എന്താണ്? ഘടകങ്ങളുടെ സേവനം കൊടുക്കുന്നു, അതിന് പേയ്മെന്റ് നടത്തുന്നു. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു. ഒന്ന് എന്താണ് മണി ഫ്ലോ, എന്താണ് റിയൽ ഫ്ലോ എന്ന് നമ്മൾ പറഞ്ഞു. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തില് രണ്ടാമത്തെ ഒരു ആശയം നമ്മൾ പറഞ്ഞ ദർ ഈസ് ആൻ ഫാക്ടർ മാർക്കറ്റ് ആൻഡ് ദി അദർ വൺ ദർ ഈസ് ആൻ പ്രോഡക്റ്റ് മാർക്കറ്റ്. ഇതെല്ലാം ഒരു മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രോഡക്റ്റ് മാർക്കറ്റ് ഇൻക്ലൂഡ്സ്, ഫാക്ടർ മാർക്കറ്റ് ഇൻക്ലൂഡ്സ്, ചിലപ്പോൾ അതിൽ ഒരെണ്ണം തന്നെ മറ്റേത് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് സിമ്പിൾ ആണ്. അത് ആദ്യം മുതൽ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഫാക്ടർ മാർക്കറ്റ് ഇൻക്ലൂഡ് ഫാക്ടർ സർവീസസ് ആൻഡ് ഫാക്ടർ പേയ്മെന്റ്സ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ഇൻക്ലൂഡ്സ് ദർ ഈസ് ആൻ expenditure on the goods and services and the transaction of the goods and services. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ടു സെക്ടർ ഇക്കോണമി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതില് there is some kind of leakages and injection may be experienced. ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പണത്തിന്റെ ചാക്രിക പ്രവാഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതില് ചില ഇൻജെക്ഷൻസ് അഥവാ ലീക്കേജസ് ഉണ്ടാകാം, അല്ലേ? ലീക്കേജ് എന്ന് പറഞ്ഞാല് സംഭവിക്കുക എന്താണ്? നമ്മൾ അറിയാതെയോ അറിഞ്ഞിട്ടോ ഒരു പൈപ്പിലൂടെ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ കുറേശ്ശെ പോകുന്നതിനാണ് പൈപ്പ് ലീക്ക് ഉണ്ടെന്ന് നമ്മൾ പറയാം. ആ പൈപ്പിൽ വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സിൽ ചിലപ്പോൾ കുറവ് സംഭവിക്കാം. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ ലീക്കേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീക്കേജസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഗാർഹിക മേഖലയ്ക്ക് ഒരു 1000 രൂപ അവർക്ക് വരുമാനം ലഭിച്ചു. നമ്മൾ പറയുന്നു കയ്യിൽ കിട്ടിയ പൈസ മുഴുവൻ അവർ എന്ത് ചെയ്യണം? ചെലവാക്കിയിരിക്കണം. അതിൽ ചുരുക്കം ചില ആളുകൾ 1000 രൂപ കയ്യിൽ കിട്ടിയതിന് 400 രൂപ സേവിങ്സ് വെച്ചു. 600 രൂപ എന്ത് ചെയ്യുന്നുള്ളൂ? 600 രൂപയാണ് അവര് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നുള്ളൂവെങ്കിൽ ഈ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീക്കേജസ് ആണ്. കാരണം 1000 രൂപ വിലയുള്ള സാധനങ്ങൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ 600 രൂപയെ എവിടേക്ക് വരുന്നുള്ളൂ? ഈ മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ എങ്കിൽ 400 രൂപയുടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് ആൻ ലീക്കേജസ്. കാരണം കയ്യില് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. സേവിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾ വേണം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. സേവിങ്സ് എന്ന് പറയുന്ന ഒരു പരിധി ഇഞ്ചക്ഷൻ ആയിട്ട് പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാർഹിക മേഖലയിലുള്ളവര് സമ്പാദ്യത്തിനായി മാറ്റിവെച്ചാൽ അതെന്താണ്? അത് ലീക്കേജസ് ആണ്. കാരണം ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇത്ര പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. സം ഓഫ് ദി other leakages in the sense that is on taxes.
ഗവൺമെന്റ് ഇവിടെ സംവിധാനമില്ല. ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലീക്കേജസ് ആണ് അല്ലേ? നമ്മുടെ കയ്യിൽ 1000 രൂപ നമുക്ക് വരുമാനം കിട്ടി, ഗവൺമെന്റ് പറയുന്നത് നിശ്ചിത സംഖ്യ നിങ്ങൾ വരുമാന നികുതിയായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച ഇൻകത്തിൽ നിന്ന് 7% എന്താണ് നികുതിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സേവിങ്സ് ആൻഡ് ടാക്സസ് ആർ സം ഓഫ് ദി ലീക്കേജസ്. ഇനി വാട്ട് യു മീൻ ബൈ ഇൻജെക്ഷൻസ്? ഇൻജെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇൻജെക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് സിറിഞ്ചിലൂടെ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ബ്ലഡ് എടുക്കാം അല്ലെങ്കിൽ മരുന്ന് കുത്തിവെക്കുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. there is some kind of external force should be there. ഇവിടെ നമ്മൾ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻജെക്ഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു, സ്ഥാപനത്തിൽ കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം വിചാരിക്കുകയാണ് ഒരു 10 ലക്ഷം രൂപ മുതൽ മുടക്കം നടത്തി ഇതൊന്ന് നവീകരിക്കാം എന്ന് പറഞ്ഞാല് അതൊരു ഇൻജെക്ഷൻ ആണ്. കൂടുതൽ പേർക്ക് തൊഴിലവസരം ലഭിക്കുന്നു, കൂടുതൽ ഉത്പാദനം ഉണ്ടാകുന്നു, കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആൻ ഇൻജെക്ഷൻ ആണ്. ഇനി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചിലവുകൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻജെക്ഷൻ ആണ് അല്ലേ? ഗവൺമെന്റ് നമ്മൾ പറയുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് വിവിധ പെൻഷനുകൾ ഗവൺമെന്റ് നൽകുന്നു. അതൊരു ഇൻജെക്ഷൻ ആണ്. കാരണം പ്രത്യേകിച്ച് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടാത്തവർക്ക് ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു? പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പൈസ ഇക്കോണമിയിലേക്ക് വരികയാണ്. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻജെക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ലീക്കേജസ് ആണെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? അതും ഇൻജെക്ഷൻ ആണ്. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടി. ആ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ആഭ്യന്തര മേഖലയിൽ നിന്ന് ലഭിച്ചതല്ല, കയറ്റുമതി ചെയ്തുകൊണ്ട് ലഭിച്ചതാണ്. അപ്പൊ 2-3 കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ശ്രദ്ധിക്കുക. ഇത്രയേ ഇതിന്റെ അനാലിസിസ് ഉള്ളൂ. ശ്രദ്ധിക്കാം. 2 സെക്ടർ ഇക്കോണമിയില് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു there are only 2 sectors. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സം ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി നാഷണൽ ഇൻകം. അപ്പൊ ഇവിടെ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ പറയുന്നു ഈ ദേശീയ വരുമാനം, ഇപ്പൊ നമ്മൾ പറയുന്നു 2 സെക്ടർ ഇക്കോണമിയിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമേ ഉള്ളുവെങ്കിൽ നമ്മൾ പറയുന്നു ഈ രാജ്യത്ത് 2 മേഖലകൾ മാത്രമുള്ള രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചതിന്റെ അല്ലെങ്കിൽ ആ രണ്ട് മേഖലകൾ മാത്രമുള്ള രാജ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കാന്ന് വിചാരിക്കാം. നമുക്ക് എങ്ങനെയൊക്കെ ദേശീയ വരുമാനം കണക്കാക്കാം? ഒന്നുകിൽ നമുക്ക് ഈ ഫാക്ടർ പേയ്മെന്റ് കൂട്ടിയാൽ മതി. അപ്പൊ എന്താ ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാല്? ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാല് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഈ 4 കാര്യങ്ങളെ കൂട്ടിയാൽ നമുക്ക് ദേശീയ വരുമാനം കിട്ടും. കാരണം ഈ പറയുന്ന കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 2 മേഖലകൾ മാത്രമേ ഉള്ളൂ. ഒരു ഇക്കോണമിയിലെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം. ഇതെന്താണ്? നമുക്ക് ഇവിടെ ഫാക്ടർ പേയ്മെന്റ് കൂട്ടിയാൽ മതി. നമ്മൾ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ആൻ ഇൻകം മെത്തേഡ് എന്ന് പറയാം. വരുമാന രീതി അനുസരിച്ച് ദേശീയ വരുമാനം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണക്കാക്കാം? ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇവിടെ ഇവർക്ക് ഞാൻ പറഞ്ഞു 1000 രൂപ ഇവർക്ക് കിട്ടി ഇല്ലേ? ഇവരുടെ കയ്യിൽ 1000 രൂപയുണ്ട്. ഈ 1000 രൂപയാണ് 1000 രൂപ എന്തിനു തുല്യമായിരിക്കണം? ഈ എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദേശീയ വരുമാനം നമുക്ക് എങ്ങനെ കണക്കാക്കാം? ചെലവ് രീതി അനുസരിച്ച് കണക്കാക്കാം. ചെലവ് രീതി എന്ന് പറയുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിലുള്ളവർ ചെലവാക്കിയ പൈസ മുഴുവൻ കൂട്ടുക. ഫൈനൽ ഗുഡ്സിന് വേണ്ടി അല്ലെങ്കിൽ മൊത്തം സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി ചെലവാക്കിയ പൈസ മുഴുവൻ കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലില് ദേശീയ വരുമാനം കണക്കാക്കാമെന്ന് ചുരുക്കം. ദാറ്റ് ഈസ് നമ്പർ 2. മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ആൻ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന രീതി എന്നാണ് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാല് ഈ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കിയാൽ മതി ഇല്ലേ? കാരണം ഫാക്ടർ സർവീസ് 1000 രൂപയാണ്. ഈ 1000 രൂപ ഇവർ ചെലവ് ചെയ്തു. ഈ 1000 രൂപയ്ക്ക് മൂല്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കാം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ആൻ പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു രാജ്യത്ത് വിവിധ സംരംഭങ്ങളിലെ കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം ഡീറ്റെയിൽ ആയിട്ട് അത് വരുന്നുണ്ട്. അതായത് വാല്യൂ ആഡഡ് നമ്മൾ കൂട്ടാം. കൂട്ടിച്ചേർത്ത മൂല്യം എല്ലാ സംരംഭങ്ങളിലും ഉള്ളത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ദേശീയ വരുമാനം. അപ്പൊ ഇവിടെ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ
മൂന്ന് ഘട്ടത്തിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. ഒന്ന് ഫാക്ട് ഓഫ് പേയ്മെന്റ്, ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇൻകം മെത്തേഡ് എന്നാണ്. രണ്ടാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതായത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. ഇവിടെ നമ്മൾ പറയുന്നു ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാം. അപ്പോൾ മെയിൻലി ദർ ആർ 3 മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. അതിലേക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കി വെച്ചേക്കാം. ദേശീയ വരുമാനം പ്രധാനമായും 3 രീതിയിൽ കണക്കാക്കാം. ഒന്നാമത്തേത് ഇൻകം മെത്തേഡ്, രണ്ടാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, മൂന്നാമത്തേത് പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം കണക്കാക്കാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെലവാക്കിയ പൈസ കൂട്ടിക്കൊണ്ട് we have to consider only the expenditure of the goods and services in an economy. We have to calculate the national income, and the other one, that is an income method. About what are the different methods for calculating national income എന്ന് ചോദിച്ചാൽ അത് ഇവിടെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക. there are 3 methods. ഒന്നാമത്തേത് ഇൻകം മെത്തേഡ്, രണ്ടാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, മൂന്നാമത്തേത് പ്രോഡക്റ്റ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. നോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം.